ഗീതയാകട്ടെ ഭാഗവതമാകട്ടെ നമ്മൾ കാണുന്നത്. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഈ വേദങ്ങളിലും മറ്റു കാര്യത്തിലും എല്ലാം ഈ ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലും ഉപരിയായിട്ട് വരാനായിട്ടാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഉപരിയായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഗുണങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ മൂന്ന് ഗുണത്തിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഈ മൂന്ന് ഗുണങ്ങൾ എന്നെ സ്വാധീനിക്കുന്നത്? എനിക്ക് മറ്റുള്ളവരെക്കാട്ടിലും വലുതായി എന്നുള്ള ഇതാണ് സത്വഗുണം എന്നെ ബന്ധിക്കാൻ കാരണം. എനിക്ക് മറ്റുള്ളവരോട് മത്സരിച്ച് ജയിക്കണം എന്നുള്ള കാരണമാണ് എനിക്ക് രജോ ഗുണം എന്നെ ബന്ധിക്കാൻ കാരണം. എന്റെ മാത്രം കാര്യം മതി, മറ്റാരെയും ചിന്തിക്കേണ്ട എന്ന മനോഭാവമാണ് തമോ ഗുണം എന്നെ ബാധിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളും മൂന്ന് ഡിസയർ അനുസരിച്ചാണ് വരുന്നത്, മൂന്ന് ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് വരുന്നത്. ഇപ്പൊ ഭക്തി അല്ലെങ്കിൽ യോഗ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഇതിനെക്കുറിച്ചുള്ള ധാരണ മാറ്റിവെച്ച് നമ്മുടെ ബോധത്തെ ഈശ്വരനിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ചെയ്യുന്നത്. നമുക്ക് ബോധം ഈശ്വരനിലാണെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളും നമ്മളെ സ്വാധീനിക്കത്തില്ല. മൂന്ന് ഗുണങ്ങൾ അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമുക്ക് വരും, പക്ഷെ സ്വാധീനിക്കത്തില്ല. അതാണ് ഭഗവാൻ പറയുന്നത്, മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത അകമപായനോ നിത്യാസ താം തിദിക്ഷസ്വ ഭാരത. ഈ വേനൽക്കാലവും മഞ്ഞുകാലവും പോലെ സുഖവും ദുഃഖവും ഇടകലർന്ന് വന്നുകൊണ്ടിരിക്കും. നീ അതിനെ ടോളറേറ്റ് ചെയ്യണം. അതിനെ ടോളറേറ്റ് ചെയ്തിട്ട് ഭഗവാനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. അപ്പൊ അതാണ് നമുക്ക്, അങ്ങനെ നമ്മുടെ അവബോധം എപ്പോഴും ഈശ്വരനിൽ നിൽക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ സത്വഗുണം അനുസരിച്ച് ഞാൻ ഒരു സ്ഥലത്ത് പോകും, രജോ ഗുണം അനുസരിച്ച് ഒരു സ്ഥലത്ത് പോകും, തമോ ഗുണം അനുസരിച്ച് ഒരു സ്ഥലത്ത് പോകും. എന്റെ ബോധം ഈശ്വരനിലാണെങ്കിൽ ഞാൻ ഈശ്വരന്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അവിടെയാണെങ്കിൽ ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണത്തിന്റെ സ്വാധീനമില്ല. ആത്മീയപരമായിട്ട് എന്നും സ്വാതന്ത്ര്യത്തോടു കൂടി, പൂർണ്ണ സന്തോഷത്തോടു കൂടി, പൂർണ്ണ അറിവോടുകൂടി ഈശ്വരനോടൊപ്പം നമുക്ക് കഴിയാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെ ഞാൻ ഇത് ബേസിക് ആയിട്ട് ഇത്രയും പറയാനുള്ള കാരണം ഈ ഒരു ശ്ലോകത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. കാരണം ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ശ്ലോകം എക്സ്പ്ലെയിൻ ചെയ്താല് പുതുതായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഈ ഗുണത്തിനെ കുറിച്ചൊന്നും മനസ്സിലാവത്തില്ല. ഈ മൂന്ന് ഗുണത്തെ അതിക്രമിക്കുക എന്നുള്ളതാണ് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും ഉദ്ദേശം. ഇപ്പൊ നമ്മൾ ബൈബിൾ എടുക്കുകയാണെങ്കിൽ 10 കൽപ്പനകൾ പറയുന്നുണ്ട്. അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രമേണ ഒരുവേളെ സത്വഗുണത്തിലേക്ക് കൊണ്ടുവരാണ്. ദോ ഷാൽ നോട്ട് കിൽ, നീ ഒന്നിനെയും കൊല്ലരുത്, ഒരു കൽപ്പനയാണ്. ഇതേപോലെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അത് ഒരു കൽപ്പനയാണ്. ഇതൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ളവരെ നമ്മൾ സത്വഗുണത്തിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു തലത്തിലേക്കെങ്കിലും ഉയർത്താൻ വേണ്ടിയുള്ളതാണ് ഇതെല്ലാം നമുക്ക് നൽകപ്പെടുന്നത്. എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ബുദ്ധമതത്തിൽ അഹിംസ പറയുന്നത്, ഒന്നിനെയും കൊല്ലരുത് എന്നുള്ള കാര്യം പറയും. ഇസ്ലാം മതത്തില് പരിപൂർണമായ ഒരേ ഒരു ഈശ്വരനെ ഉള്ളൂ, നമ്മുടെ ഫോക്കസ് എവിടെയും പോകരുത്, ഒറ്റ ഒരു ഈശ്വരനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമുക്ക് എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞു വരുന്നത് ആത്യന്തികമായിട്ട് ഒരേ ഒരു കാര്യമാണ് നമുക്ക് ധാരണ നമുക്ക് നൽകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ രജോ ഗുണത്തിന്റെ കാര്യമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. രജോ ഗുണത്തില് അളവറ്റ തൃഷ്ണാധിക്യത്താൽ നിന്നുളവാകുന്ന അത്രേ രജോ ഗുണം. ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായ ബലോദിഷ്ട കർമ്മങ്ങളിൽ കൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയധികം ആഗ്രഹങ്ങളോടുകൂടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധമാകട്ടെ, നമ്മൾ വീട് വെക്കുന്ന കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ അതിന്റെ എല്ലാ അടിസ്ഥാനം എന്താണ്? നമുക്ക് ഞാൻ ഒരുപാട് ഇപ്പൊ ഒരു ഇപ്പൊ ഒരു എലക്ഷൻ കഴിഞ്ഞു, എന്തുമാത്രം പണവും എന്തുമാത്രം എഫേർട്സും എല്ലാം എടുത്തിട്ടാണ് ഒരു എലക്ഷൻ നടത്തിയിരിക്കുന്നത്. എന്തുമാത്രം, പക്ഷെ അതിൽ ജയിച്ചു വരുന്ന ഓരോ വ്യക്തികളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഇതിലേക്ക് വരുമ്പോ എന്തുവാണ് അവർ ചിന്തിക്കുന്നത്? ഓക്കെ, രാജ്യം ഭരിക്കണം, അത് അവരുടെ ഡ്യൂട്ടി, അവരുടെ ജോലിയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ അവരുടെ പേര് പ്രശസ്തി വലുതാകണം,
അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകണം. ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിലൂടെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും നല്ലപോലെ ഭക്ഷണം കഴിക്കണം, വൈദ്യുതി ചെയ്യണം, സ്വരരക്ഷ ചെയ്യണം, ഉറങ്ങണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പല പല വെറൈറ്റി പ്രവൃത്തികൾ ഈ ലോകത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി എല്ലാവരും, ഇപ്പം പ്രൈം മിനിസ്റ്റർ ആയാലും ഒരു എം പി ആയാലും ഇവിടെ സാധാരണ ഒരു നടക്കുന്ന വ്യക്തിയായാലും സാധാരണ ഗൃഹസ്ഥനായാലും പോലീസ് ഉദ്യോഗസ്ഥനായാലും അഡ്വക്കേറ്റ് ആയാലും അയാളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ ആകത്തുക എങ്ങനെയാണ് വരുന്നത്? ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, സ്വയരക്ഷ ചെയ്യണം, വൈദ്യുതി ചെയ്യണം. ഇതാണ് ഈ ഒരു ഇതിനു വേണ്ടിയാണ് ഈ എലോബറേറ്റ് ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും നടക്കുന്നത്. അപ്പോൾ പല പല ആഗ്രഹങ്ങളും പല പല തൃഷ്ണകളും ഉണ്ട് ഈ ഭൗതിക ലോകത്തിൽ. പക്ഷെ അതെല്ലാത്തിന്റെ ആകത്തുക വരുമ്പം ഇത് തന്നെയാണ് അടിസ്ഥാനപരം. അതിന്റെ കൂടെ സബ്ട്ടിലായിട്ട് പേര്, പ്രശസ്തി ഇതൊക്കെ വരും, എന്റെ കൂടെ വരും. എന്റെ കൂടെ ഇതെല്ലാം ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകം ഓഫർ ചെയ്യുന്നതെല്ലാം നമ്മൾ ഏത് രീതിയിൽ ഓഫർ ചെയ്താലും അൾട്ടിമേറ്റ്ലി അതിന്റെ റിസൾട്ട് ഇതാണ്. നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പം ഡോക്ടറാകാൻ പോയാലും എനിക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട് ആഹാരനിദ്ര ഭയമഹിതം. ഞാൻ കൃഷിക്കാരനായാലും എനിക്ക് അവസാനം കിട്ടുന്ന റിസൾട്ട് ഇത് തന്നെ. നമ്മൾ പല വെറൈറ്റിയിൽ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷെ ഭൗതിക ലോകം ഓഫർ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഭൗതിക ലോകത്തിൽ ഇതിനപ്പുറത്തൊരു കാര്യം ഇല്ല. ആ ആ ശരീരത്തിന് വേണ്ടുന്ന ഭക്ഷണം, ഉറക്കം, വൈദ്യുന്യം, സ്വയരക്ഷ, ഇതിനു വേണ്ടിയാണ് എല്ലാ പ്രോസസ്. എങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഒരു പൂജാരി ആയാലും ഒരു അധ്യാപകനായാലും ഒരു കുട്ടിയായാലും വലിയവനായാലും എല്ലാവരുടെയും അൾട്ടിമേറ്റ് റിസൾട്ട് ഇതാണ്. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയാൻ, ഇപ്പം ഭൂമിയെ കറങ്ങി വരുന്നത്, ഭൂമി ഒരു വട്ടം കറങ്ങി വരികയും പണ്ടൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, 81 ദിവസം കൊണ്ട് ഭൂമിയെ കറങ്ങി. ഉം. നല്ലൊരു ബുക്കാണ്. അന്ന് ഈ ഫ്ലൈറ്റ് ഒന്നുമില്ല. ഒരു അയാൾ ബെറ്റ് വെച്ചിട്ട് പോകുന്നത് 81 ദിവസം കൊണ്ട് അയാള് ഭൂമി കറങ്ങി വരണം. അതാണ് അയാളുടെ ടാർഗറ്റ്. അപ്പൊ അത് ഇങ്ങനെ അയാൾ പല ഒരു സ്ഥലത്ത് നിന്ന് അയാൾ അടുത്ത ഷിപ്പ് എടുത്ത് അവിടെ നിന്ന് നിൽക്കത്തില്ല. ഇങ്ങനെ ഷിപ്പ് എടുത്ത് അയാള് കറക്റ്റ് സമയം അയാൾ വന്നപ്പോ അയാള് നോക്കുമ്പോ അയാള് ഒരു ദിവസം ക്രോസ് ചെയ്തു പോയി. അയാൾ ഭയങ്കര വിഷമം. അയാള് പോയി മദ്യപിക്കാൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലബിൽ പോയി വെറുതെ ഇരിക്കാൻ പോകുമ്പോ അവിടെയാണ് ഈ ഒരു ഭൂമിയുടെ ഒരു രേഖ പോകുമ്പോ ഒരു ദിവസം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് വരും. നമുക്ക് ഈ അയാളുടെ ഡയറിയിൽ എഴുതിയ കണക്കനുസരിച്ച് അയാള് ക്രോസ് ചെയ്തു. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്ത് പോകുമ്പോഴത്തേന് ആ ടൈം ഡിഫറൻസ് വരും. ടൈം ഡിഫറൻസ് ആണ്. അയാൾ എപ്പോഴും അപ്പം നോക്കുവാണ് അയാൾ ആ ടൈം ക്രോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ തിരിച്ച് പെട്ടെന്ന് അവരുടെ പോയി അയാൾ ആ ഇത് വാങ്ങുന്നത്. ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ രാവിലെ 4:30 പോകും. ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത് ഇന്ന് 2-ാം തീയതി അല്ലേ, 3-ാം തീയതി രാവിലെ 4:30 നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. നമ്മൾ ചിലപ്പോൾ ഒരു എത്രയോ മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ സമയം എത്രയാണെന്ന് അറിയാമോ? 3-ാം തീയതി 2 മണി, രാവിലെ 2 മണി. അപ്പൊ നമുക്ക് അത് ഈ ഇക്വേറ്ററിന്റെ ഈ ലൈൻ പോകുന്നതുകൊണ്ട് ഈ ടൈം ഡിഫറൻസ് വരും. യഥാർത്ഥത്തിൽ ഒരു ദിവസം ക്രോസ് ചെയ്ത് പോയി, പക്ഷെ ആ ടൈം കൊണ്ട് ഇങ്ങനെ വരും. നമ്മള് പോകുന്നതിനെക്കാട്ടിലും മുമ്പേ അവിടെ എത്തി. നമ്മള് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ എത്തി. അത് ഞാൻ ജസ്റ്റ് എന്റെ കൂടെ പറഞ്ഞു പോയതേ ഉള്ളൂ. 81 ദിവസം കൊണ്ട് ഭൂമി കറങ്ങി വന്ന അയാൾക്ക് അങ്ങനെയാണ് അവര് ദിവസം അഡീഷണൽ ആയിട്ട് കിട്ടിയത് കൊണ്ട് അയാൾക്ക് ബെറ്റ് ജയിക്കാനായിട്ട് വരും. ഇപ്പൊ ഭൂമിയെ നമ്മൾ കറങ്ങി വരികയാണെങ്കിൽ പല രീതിയിൽ കറങ്ങി വരാം, പല സ്ഥലത്തൂടെ കറങ്ങി വരാം, പക്ഷെ അവസാനം എത്തുന്ന ആ പോയിന്റിൽ തന്നെ. അതേപോലെ ഭൗതിക ലോകത്തിൽ എന്ത്, ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയായാലും
യുവാവായാലും വാർദ്ധക്യമായാലും നമ്മളെല്ലാം ചെയ്യുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. അപ്പൊ ഭൗതിക ലോകം നമുക്ക് ഇത് മാത്രമേ ഓഫർ ചെയ്യാനായിട്ടുള്ളൂ. അത് ശരീരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ അത് ഭൗതിക ലോകം ഓഫർ ചെയ്യാൻ പറ്റൂ. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ അവബോധത്തെ ഈശ്വരനിലേക്ക് എത്തിക്കുക. ഈ ജന്മമരണ ചക്രം ശരീരമുണ്ടെങ്കിലല്ലേ ഈ ജന്മമരണ ചക്രത്തിലേക്ക് പോകത്തുള്ളൂ. അപ്പം നമ്മുടെ യഥാർത്ഥ ആത്മീയ സ്വരൂപത്തിൽ നമ്മൾ ഈശ്വരന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈശ്വരന്റെ പാതാരബന്ധങ്ങളിൽ നമ്മെ എത്തിക്കുക. അപ്പൊ അതിന് നമുക്ക് ഈ ശരീരം ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ബോധത്തെ ഈശ്വരനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് യോഗ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ യോഗയുണ്ട്. ഹഠയോഗയുണ്ട്, ധ്യാനയോഗയുണ്ട്, ജ്ഞാനയോഗയുണ്ട്, ഭക്തിയോഗയുണ്ട്. ഭക്തിയോഗയില് നമുക്ക് സ്വാഭാവികമാണ്, സരളമാണ് പ്രക്രിയ. എന്തുകൊണ്ടാണ് ഭക്തിയോഗയിൽ സരളമായിട്ടുള്ളതെന്ന് വെച്ചാൽ നാച്ചുറൽ ആണ്. ഭക്തിയോഗയില് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്. ഈശ്വരന്റെ അംശമായി നമുക്ക് സ്വാഭാവികമായിട്ട് ഈശ്വരനോട് സ്നേഹം ഉണ്ടാവും. അപ്പൊ ഒരുപാട് ഭൗതിക ലോകത്തിലെ മാലിന്യങ്ങൾ കാരണമാണ് നമ്മൾ ആ സ്നേഹം മറന്നു പോകുന്നത്. പക്ഷെ ആ സ്നേഹം നാച്ചുറൽ ആണ്. അപ്പൊ നമ്മൾ ആ പ്രക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കതുകൊണ്ട് ഈശ്വരനായിട്ട് ബന്ധം. നമ്മൾ ഒരുപാട് ധ്യാനിച്ച് ഭഗവാനിലേക്ക് കൊണ്ടുവരുന്നത് അത് ആർട്ടിഫിഷ്യൽ ആണ്. ധ്യാനിച്ച് ഭഗവാനിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാൻ. പക്ഷെ സ്നേഹം ഉണ്ടെങ്കിൽ ഇത് സ്വാഭാവികമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ അത് സ്വാഭാവിക കർമ്മങ്ങൾക്കിടയിൽ അത് നടക്കും. ഇപ്പോ അമ്മയ്ക്ക് ഒരു കുട്ടിയുണ്ട്, വീട്ടിലൊരു കുട്ടിയുണ്ട്, അയൽപക്കത്തും ഒരു കുട്ടിയുണ്ട്. അമ്മയ്ക്ക് അയൽപക്കത്തെ കുട്ടിയെ ഓർക്കണമെങ്കിൽ അമ്മയ്ക്ക് വളരെയധികം ശ്രദ്ധയോടെ അത് ഓർക്കണം എന്നുള്ള ധാരണയിൽ ഓർത്തുകൊണ്ടിരുന്നാലേ അയൽപക്കത്തെ കുട്ടിയെ ഓർക്കാൻ പറ്റും. പക്ഷെ സ്വന്തം കുട്ടിയെ ഓർക്കാനോ ഒരു എഫേർട്ടിന്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് പറ്റും. ഓട്ടോമാറ്റിക്കലി നടക്കും. കാരണം അവിടെ സ്നേഹം എന്ന് പറയുന്നത് എന്ത് പ്രക്രിയകളിലും നമ്മൾ നിരന്തരം അത് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതൊരു ആ സമയത്ത് അത് പറ്റും. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോകും. പക്ഷെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള പ്രക്രിയ ആണെങ്കിൽ എപ്പോഴും അത് എറ്റേണലി എന്നെന്നും അത് നിലനിർത്താനും പറ്റും. സരളവുമാണ്. അതുകൊണ്ടാണ് ഭക്തിയില് നമുക്കും ഈശ്വരനും തമ്മിൽ ആ ബന്ധമുണ്ട്. ആ ബന്ധത്തെ ഉണർത്തുന്ന പ്രക്രിയയാണ് ഭക്തിയോഗം. ഭക്തിയോഗത്തിലെ ഏറ്റവും ഓരോ യുഗത്തിലും ഓരോ ഇത് പറയുന്നുണ്ട്. ഭക്തിയോഗത്തില് കലിയുഗത്തിലെ ഏറ്റവും എളുപ്പം ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയിൽ നമുക്ക് മോചനം നേടാനും ഏറ്റവും എളുപ്പമുള്ള വഴി ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാണ്. കലിസന്ധർണ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഇത് ഷോഡശകം നാംനാം കലികന്മശനാശനം മത്തപരതരോപായ സർവവേദേഷു ദൃശ്യതേ. ഈ 16 വാക്കുകൾ അടങ്ങിയ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മുടെ എല്ലാ പാപകർമ്മങ്ങളും നമുക്ക് മോചനം നൽകി ഭഗവാനുമായിട്ട് ആ ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നാമം ജപിക്കുന്നത്. പലപ്പോഴും ഭക്തന്മാരെ ഒരു വികാര ജീവികളായിട്ടോ വെറുതെ നാമം ജപിക്കും, അവർക്ക് ബുദ്ധിയൊന്നുമില്ല, വെറുതെ നാമം ജപിച്ചുകൊണ്ട് നടക്കും എന്നൊക്കെ നമുക്ക് പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും സരളവും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്, നമ്മൾ ഒരു ഇതില് ഒരു നാച്ചുറൽ സാധാരണ മിനറൽ വാട്ടർ, സാധാരണ വെള്ളം വെച്ചിട്ടുണ്ട്. മറ്റെല്ലായിടത്തും പല കൊക്കക്കോള, പെപ്സി അങ്ങനെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇന്ന് ഫസ്റ്റ് വരുമ്പം ചിലപ്പോൾ നമ്മൾ കൊക്കക്കോളയും പെപ്സിയും അതൊക്കെ കുടിക്കുകയായിരുന്നു. പക്ഷെ നമ്മളെ ഇവിടെ നിർത്തിയേക്കാണ്. ഇവിടെ നിർത്തിയേക്കാണ്. ഒരു 10 ദിവസത്തേക്ക് നമ്മളെ ഇവിടെ നിർത്തിയേക്കും. നമുക്ക് ഈ വെള്ളങ്ങളും ഉണ്ട്, ഈ കൊക്കക്കോള, പെപ്സിയും, മിറണ്ടയും സ്പ്രൈറ്റും ഉണ്ട്. നമ്മുടെ വീട്ടില് ഒരു ഇതില് സാധാരണ മിനറൽ വാട്ടറും ഉണ്ട്. നമ്മള് ആദ്യത്തെ ദിവസം ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ കുടിക്കുമായിരിക്കും. പക്ഷെ 10 ദിവസം കഴിഞ്ഞ് വരുന്ന നോക്കിയാല് ഏറ്റവും അധികം തീരുന്നത് ആ സാധാരണ വെള്ളമായിരിക്കും. കാരണം എന്താ? നമുക്ക് ഒരു അഡീഷണൽ ഒരു ബൂസ്റ്റ് കിട്ടാനോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ഇതൊക്കെ ആവശ്യം ഉണ്ടാവും. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യം മാത്രമേ കാലാതീതമായിട്ട് നിൽക്കത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഈശ്വരനോട് സ്നേഹമുണ്ട്. ആ
ആ സ്നേഹം മറന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ പല പല വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ നടക്കുന്നത്. ആ സ്നേഹം, നൈസർഗികമായിട്ടുള്ള സ്നേഹം വളർത്തിയെടുത്താലേ നമുക്ക് ആ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് പറ്റും. അതാണ് ഭക്തിയോഗം നമ്മൾ പറയുന്നത്. ഭക്തിയോഗം നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം തോ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ ശരണം പ്രാപിക്കൂ, ഞാൻ നിന്നെ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മോചിപ്പിക്കാമെന്ന് ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് ഉപദേശിക്കുന്നു. ആ ഈശ്വരനുമായിട്ട് ആ ഭക്തിയിൽ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് നൈസർഗികമായിട്ടുള്ള വളർച്ച. നമുക്ക് എനർജറ്റിക്, ഇപ്പൊ നമ്മൾ കുറെ കൊക്കക്കോള കുടിച്ചാൽ നമുക്ക് ടയർഡ്നെസ് വരും. മധുരം കാരണം ടയർഡ്നെസ്സും അതും ഇതൊക്കെ വരും, അസുഖങ്ങളൊക്കെ വരും. പക്ഷെ വെള്ളം എത്ര കുടിച്ചാലും നമ്മൾ ജീവിതം മുഴുവൻ വെള്ളം കുടിച്ചാണ്, വെള്ളത്തിന് അഡിക്റ്റ് ആയിട്ടാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും വെള്ളം നമുക്ക് അസുഖം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നൈസർഗികമായ പാതയിലാണ് ഒരു വ്യക്തി മുന്നേറ്റ് പോകുന്നത്. നൈസർഗികമായ പാതയാണ് ഈ ഭക്തി. ഇത് ഒരു ആർട്ടിഫിഷ്യൽ ഇമ്പോസിഷൻ. ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് ആൻ ആർട്ടിഫിഷ്യൽ ഇമ്പോസിഷൻ, നാച്ചുറൽ ആണ്. നമുക്ക് ഡെവലപ്പ്, ആ സ്നേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിനകത്ത് പറയുന്ന റൂൾസ് റെഗുലേഷൻസോ ഇതൊന്നും നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നത്തില്ല. നാമം ജപിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നത്തില്ല. ഭക്തന്മാരെ കാണുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നത്തില്ല. ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന വൺസ് അത് ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, പിന്നെ ഭക്തിയുടെ ഒരു പ്രക്രിയയും നമുക്ക് ഒരു ഭാരമായിട്ട് അനുഭവപ്പെടും. ഒരു സുസുഖം കർത്തവ്യം എന്നാണ് പറയുന്നത്. ഒരു സന്തോഷത്തോടെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇതേപോലെ മാലകളുണ്ട് നമുക്ക് ജപിക്കാനായിട്ട്. നമ്മുടെ ക്ഷേത്രത്തിൽ നിന്നും അത് കിട്ടും. ഇത് ഈ മാലയിൽ 108 മുത്തുകളുണ്ട്. നമ്മൾ ഡെയിലി ഇതൊരു സാധന പോലെ നമ്മളത് ജപിക്കും. ഭക്തന്മാർ ചിലപ്പോൾ നമ്മൾ പറയും, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ജപിക്കും, ഞാൻ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജപിക്കും. പക്ഷെ അത് നമുക്ക് സ്റ്റെഡിനെസ് ഇല്ല. നമ്മൾ ഇന്ന് ചിലപ്പോൾ നമ്മുടെ മൂഡ് സത്വഗുണത്തിലാണെങ്കിൽ ജപിക്കും, രജോ ഗുണത്തിലോ തമോ ഗുണത്തിലാണെങ്കിൽ നമ്മൾ വിട്ടുകളയും. അതുകൊണ്ട് ആചാര്യന്മാര് നമുക്ക് ഒരു പ്രോസസ്സ് വന്നിട്ടുണ്ട്. മാല, എല്ലാ മഹർഷിമാരുടെ കയ്യിലും ഇങ്ങനെ ഒരു മാല ഇരിക്കും, നമ്മൾ കണ്ടിട്ടുണ്ട് പിക്ചേഴ്സിലൊക്കെ. അതേപോലെ നമുക്ക് മാല തന്നിട്ടുണ്ട്. അപ്പം ഇതില് നമ്മള് ഇങ്ങനെ ഈ വിരൽ നമ്മൾ ഉപയോഗിക്കില്ല. ഈ വിരൽ ഇവിടുന്ന് ഈ ഫസ്റ്റ് ബീഡാണ്, ഈ ബീഡിൽ നിന്ന് നമ്മൾ തുടങ്ങും. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം ഹരേ രാം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഉച്ചാരണ സ്ഫുടതയോടുകൂടി നമ്മൾ ഈ മന്ത്രം ജപിക്കും. നമുക്ക് കേൾക്കണം, മനസ്സിലല്ല പറയുന്നത്. മനസ്സിൽ പറഞ്ഞ ഒരിക്കലും മന്ത്രത്തിന് നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ സൗണ്ട് വൈബ്രേഷൻ തന്നെ വേണം. സൗണ്ടിനോടുകൂടി നമ്മൾ ജപിക്കണം, മുടങ്ങാതെ ജപിക്കണം. നമുക്ക് ഓരോ ദിവസവും നമ്മൾ മുടങ്ങാതെ ഒരേ സമയത്ത് ജപിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് അതിന് കൂടുതലായിട്ട് നമുക്ക് അഡ്വാൻസ് ചെയ്യണം. നമ്മൾ പതുക്കെ പതുക്കെ കുറെ വർഷങ്ങളൊക്കെ എടുത്ത് വരുമ്പം നമ്മുടെ ഹൃദയത്തിന് ഭഗവാനുള്ള സ്നേഹം ഡെവലപ്പ് ചെയ്തു വരും. ക്ഷമയോടെ നമ്മൾ ചെയ്യണം, ഇടയ്ക്ക് വിട്ട് കളയരുത്. സ്പിരിച്വൽ കാര്യങ്ങളെല്ലാം സട്ടിലാണ്, പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ഒരാൾ ഇവിടെ വന്ന് നമുക്ക് എന്തെങ്കിലും ഫുഡ് തന്നാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, നമ്മുടെ വിശപ്പൊക്കെ മാറി. പക്ഷെ ആത്മാവിൽ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ സട്ടിലാണ്, അത് സൂക്ഷ്മമാണ്. അത് പെട്ടെന്ന് നമുക്ക് ആ വ്യത്യാസം അറിയില്ല. പക്ഷെ ഒരാൾ സ്റ്റഡി ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഒരു 10 വർഷം കഴിഞ്ഞ് അയാളെ കാണുമ്പോൾ അയാൾ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ പതുക്കെ പതുക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ക്രമേണ ഓരോ വട്ടം ജപിക്കുമ്പോഴും ഈശ്വരനോട് എനിക്ക് അവിടുത്തെ സേവനം നൽകണമേ എന്ന്, ഈശ്വരനുമായിട്ട് നമ്മുടെ ബന്ധം സ്നേഹത്തിലും സേവനത്തിലും അടിസ്ഥാനപ്പെടുത്തിയാണ്. എനിക്ക് പരിശുദ്ധമായ സ്നേഹവും സേവനവും നൽകണമേ എന്നുള്ള മനോഭാവത്തിൽ നമ്മൾ ജപിക്കും. ഞാൻ ഒരു യോഗിയാണെന്നോ, ഞാൻ വലിയ ജപിക്കുന്ന ആളാണെന്നോ, വലിയ ഭക്തനാണെന്നോ ഉള്ള ബോധമില്ലാതെ, ഈശ്വര എനിക്ക് അവിടുത്തെ സേവനം നൽകണമേ, എനിക്ക് അതിനുള്ള അർഹതയില്ല എങ്കിലും അങ്ങ് എനിക്ക് അവിടുത്തെ സേവനം നൽകണമേ, ആ ഒരു മനോഭാവത്തില് മാല ജപിക്കും. ഇത് നമ്മൾ ഡെയിലി ജപിക്കാൻ ഏകദേശം 10 മിനിറ്റ് എടുക്കുകയുള്ളൂ.
മാലയ്ക്ക് 50 രൂപ കാണും, ക്ഷേത്രത്തിൽ നമുക്ക് ഉണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഇത് മേടിച്ചിട്ട് ജപിക്കാവുന്നതാണ്. ഇത് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് തുടങ്ങും. മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് ആരും പറഞ്ഞു തരേണ്ട, സ്വയം അത് മനസ്സിലാവും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ മൂഡ് ഡിഫറെന്റ് ആണെങ്കിൽ എഫക്റ്റ് വരാൻ താമസം എടുക്കും. നമുക്ക് ഹമ്പിൾ ആയിട്ട് വേണം ജപിക്കാനായിട്ട്, എളിമത്തത്തോടു കൂടി വേണം ജപിക്കാനായിട്ട്. ഇത് എനിക്ക് കിട്ടിയത് ഒരു അവസരമാണ്, ഭാഗ്യമാണ് എന്ന് എപ്പോഴും വിചാരിക്കും. എല്ലാവർക്കും ജപിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അപ്പം, നമുക്കിത് ജപിക്കാൻ കിട്ടിയത് ഭഗവാന്റെ ഒരു അഹേതുകമായ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ആ രീതിയിൽ എപ്പോഴും ജപിക്കുമ്പോൾ കൃഷ്ണ എനിക്ക് ഇന്നും ജപിക്കാൻ അങ്ങ് ഒരു അവസരം നൽകിയല്ലോ എന്നുള്ള സന്തോഷത്തിലും ഗ്രാറ്റിറ്റ്യൂഡിലും നന്ദിയിലും നമ്മൾ മുടങ്ങാതെ ജപിക്കുക. ഇത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ ത്രിഗുണങ്ങളുടെ സ്വാധീനതയും നമുക്ക് പുറത്തു വരാൻ പറ്റുകയും ഈശ്വരന്റെ സാക്ഷാത്കാരം നമുക്ക് കിട്ടുകയും നമുക്ക് ഈ ശരീരം അവസാനിപ്പിക്കുമ്പോൾ തിരിച്ച് ഈശ്വരന്റെ നാമത്തിലേക്ക് മടങ്ങിച്ചെല്ലാനും സാധിക്കും. അതാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിലുണ്ടെങ്കിൽ ചോദിക്കും. നാച്ചുറൽ ഇംപ്രൂവ് പറയുന്നത് ഞാൻ ഭക്തി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ എന്നെ ഫോഴ്സ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഇന്ന ഭക്തൻ പറഞ്ഞിട്ടുണ്ട് നാമം ജപിക്കണം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം, എനിക്ക് ഇഷ്ടമില്ല എങ്കിലും ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഭക്തി പരിശീലിക്കുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രഭു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു ആത്മാവിന് ഈശ്വരനോട് ഇഷ്ടമുണ്ട്, ആത്മാവിന് ഭഗവാനോട് സ്നേഹമുണ്ട്. അത് ഉള്ളിലുണ്ട്, ആ സ്നേഹമുണ്ട്. അപ്പൊ പ്രഭു സ്നേഹത്തോടെ ജപിച്ചാലും മടിവോടുകൂടി ജപിച്ചാലും ആ സ്നേഹം കാലക്രമേണ റിവീലായിട്ട് വരും. ഒരു ഉദാഹരണത്തിന്, പ്രഭുവിനറിയാം തീ തൊട്ടാൽ പൊള്ളും. പ്രഭു അറിഞ്ഞുകൊണ്ട് തൊട്ടാൽ പൊള്ളും. ഒരു കുട്ടി വന്ന് തൊട്ടാലും പൊള്ളും. അതേപോലെ ഈ തീ എന്ന് പറയുന്നത് ഈ നാമജപമാണ്, ഭഗവാന്റെ തിരുനാമങ്ങളാണ്. പ്രഭു മടിയോടുകൂടി ജപിച്ചാലും അറിഞ്ഞ് സന്തോഷത്തോടെ സ്നേഹത്തോടെ ജപിച്ചാലും ഇത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യം തുടക്ക സമയത്ത് നമുക്ക് ആ ഒരു ടേസ്റ്റ് വരത്തില്ല. പക്ഷെ വരാത്തതുകൊണ്ട് നമ്മൾ നിർത്താൻ പാടില്ല. ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ഇത് ഭഗവത്ഗീതയിൽ പറയുന്നതാണ്, ഭഗവാൻ സതതം കീർത്തയന്തോമ ദൃഢവിധ, എപ്പോഴും എന്നെ കുറിച്ച് കീർത്തിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ പറയുന്ന കാര്യം ഞാൻ ചെയ്യുകയാണ്. അത് എനിക്ക് ഇഷ്ടമുണ്ടായാലും ഇഷ്ടമില്ലെങ്കിലും ഞാൻ ചെയ്യും. ഇത് കാലക്രമേണ ക്ഷമയാണ് വേണ്ടത്. അതുപോലെ ഇപ്പൊ ഒരു ഫേസ് ഉണ്ട്. ഇത് പണ്ട് ഇസ്കോണൊക്കെ കണ്ട് പുതുതായിട്ട് കണ്ടു. അപ്പൊ ഒരു രജോ ഗുണത്തിൽ ഒരു ഫേസ് ഉണ്ട്, സന്തോഷം, ഭക്തന്മാരെ കണ്ട് സന്തോഷം. ഈ കുറച്ച് കഴിയുമ്പം ആ ഒരു പുതുമ നഷ്ടപ്പെടുമ്പം പിന്നെ ഇത് ഞാൻ ചെയ്യും പക്ഷെ എനിക്ക് റിസൾട്ട് വരുന്നില്ല, ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു തോന്നൽ വരും. അവിടെ ആ തോന്നലിനെ ജയിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റും. ഇത് പ്രവർത്തിക്കും. ഇത് നമ്മൾ എത്രയോ ഇവിടെ ദീനബന്ധു പ്രഭു വന്നു, ആത്മീയ ആചാര്യന്മാര് വന്നു, അവരെയൊക്കെ നമ്മൾ കണ്ടതല്ലേ, അവരുടെ അവബോധം നമ്മൾ കണ്ടതല്ലേ. അവരൊക്കെ നമ്മളെ പോലെ ഹിപ്പികളായിട്ട് നടന്ന വ്യക്തികളാണ്. അവരെന്തുമാത്രം ഉയർച്ചയിൽ അവരെത്തിയിരിക്കുന്നു, അവരുടെ കോൺഷ്യസ്നെസ് എപ്പോഴും അവർ ഭഗവാനിൽ എത്തിയിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. അവരെന്തുകൊണ്ടാണ് ആ പൊസിഷനിൽ എത്തിയത്? അവരാ പ്രോസസ്സ് കോൺസ്റ്റന്റ്ലി ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ മൈൻഡ് പറയും, മൈൻഡ് എപ്പോഴും അങ്ങനെ പറയുന്നു. മൈൻഡ് കാരണം അത് ഭൗതിക ലോകത്തിൽ അതാണ് നടക്കുന്നത്. അതുകൊണ്ട് മൈൻഡ് അങ്ങനെ തന്നെ പറയും. ഞാൻ ഒരു കാര്യം രീതിയിൽ ചെയ്ത് നോക്കി, ഇത് പരാജയപ്പെട്ടു, വീണ്ടും ചെയ്ത് നോക്കി പരാജയപ്പെട്ടു. ഇപ്പൊ നീ മൈൻഡ് പറയും നീ ആ പ്രവൃത്തി ഇനി ചെയ്യേണ്ട, വേറെ പ്രവൃത്തി ചെയ്യും. ഇത് മൈൻഡിന്റെ ഒരു ഇതാണ്. പക്ഷെ അതിനെ ജയിക്കാൻ നമ്മൾ പറ്റും. ഇത് മൈൻഡ് പറയുന്നതല്ല, ഭഗവാൻ പറയുന്നതാണ്. ഇത് ഉറപ്പായിട്ടും സക്സസ് ആയവര് നമുക്കറിയാം. നമ്മളിപ്പോ സക്സസ് ആയില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്തിനാണ് വിട്ടുകളയുന്നത്? സക്സസ് ആയ വ്യക്തികളുണ്ടല്ലോ.
അവരുടെ കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, അവരുടെ ഉത്തരങ്ങളിൽ നിന്ന് തന്നെ അവരുടെ അവബോധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിൽ കോൺഫിഡന്റ് ആയിട്ട് പേഷ്യന്റ് ആയിട്ട് മറ്റാർക്കെങ്കിലും അല്ല. സ്വതന്ത്രൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ഭാരത സ്വതന്ത്രനാണെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ അതിനകത്ത് ആ രാജ്യത്തിന്റെ പല പല കാര്യങ്ങൾ, ഇപ്പൊ മാജി ഒരു സാധനം മേടിക്കുകയാണെങ്കിലും മാതാജി ആ, ഇപ്പൊ ഒരു കിലോ പഴം മേടിക്കുകയാണെങ്കിലും ആ പഴത്തിന് ഒരു ടാക്സ് മാജി അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത് രാജ്യം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ മാജിക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അതിന് ആ ഒരു പ്രകൃതി ആയിട്ടുള്ള ഈ ശരീരം അതിനെ അനുവദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദഹിക്കണമെങ്കിൽ ശരീരം അനുവദിക്കണം. പല പല കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതാണ് നമ്മൾ സ്വതന്ത്രമാണ്. നമുക്ക് അസുഖം വരണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അസുഖം വരുന്നുണ്ട്. വാർദ്ധക്യം വരണ്ടെന്ന് ആഗ്രഹമുണ്ട്, വാർദ്ധക്യം വരുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിലെ പല പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഭയങ്കര മഴയാണ്, ഒന്നും കേൾക്കാൻ പറ്റുന്നത്, നമ്മൾ ഈ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല. ഭയങ്കര ചൂടാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കാനേ നമുക്ക് ഇവിടെ പറ്റത്തില്ല. ഭയങ്കര കാറ്റാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ക്ലാസ് ചെയ്യാനേ പറ്റും. നമ്മള് എല്ലായിടത്തും ചുറ്റപ്പെട്ട് കണ്ടീഷൻഡ് സ്റ്റേറ്റിലാണ് നമ്മൾ. ബദ്ധാവസ്ഥയിൽ തന്നെയാണ് നമ്മൾ ചെറിയ സ്വാതന്ത്ര്യമുണ്ട്. ഒരു നായ്ക്ക് വലിയൊരു കയറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ ഇവിടേക്ക് ഓടി കിടക്കാം. അത് വിചാരിച്ച സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ കയർ എപ്പോഴും അവിടെ കിടപ്പുണ്ട്. കുറേ ഓടിക്കഴിഞ്ഞാൽ അത് പിടിച്ചുണ്ടാവും. പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകും, ഭഗവാന്റെ അടുത്തേക്ക് പോകും. അവിടെ ഈ കണ്ടീഷനിങ് ഇല്ല. കാരണം ഈ ഭൗതിക ശരീരമില്ല, ഭൗതിക എനർജി ഇല്ല. അവിടെ ഭഗവാനോടൊപ്പം തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് 4 യമനിയമങ്ങളെ ഫോർ പില്ലേഴ്സ് ഫോർ ഫോർ റെഗുലേറ്ററി ഫ്രീഡം റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയായിട്ടാണ് നമുക്ക് നമ്മൾ ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണം കൂടെ മാജിക്ക് പറഞ്ഞുതരാം. അപ്പം കുറച്ച് മാജി ഒരു ഭൗതികമായ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ മാജി ഒരു പോലീസാണെന്ന് വിചാരിച്ചു. പോലീസ് ഓക്കെ, പോലീസാണ്. ഇല്ല, സോറി, ഇപ്പൊ ഞാൻ വേറൊരു ഉദാഹരണത്തിലേക്ക് പോവാം. വേറെ ചിന്തിച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു കുട്ടി കുട്ടി ഏഹ്, കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിക്കും. ഒരു തെറ്റായ പ്രവൃത്തി, എന്തെങ്കിലും മോഷ്ടിക്കുക എന്തെങ്കിലും ചെയ്തു. അപ്പം ടീച്ചർ അത് അറിഞ്ഞു. ടീച്ചർ അറിഞ്ഞപ്പോ എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്തു. ഈ കുട്ടി പറഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ല. പക്ഷേ ആ കുട്ടി എപ്പോഴും ബദ്ധാവസ്ഥയിലാണ്. എപ്പോഴാണ് എന്നെ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ബദ്ധാവസ്ഥയിലാണ്. കുട്ടി എപ്പോഴും ബദ്ധാവസ്ഥയിലാണ്. നമ്മൾ ഭഗവാനാണ് നമ്മുടെ സ്രോതസ്. ഭഗവാനെ മറന്നിട്ട് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ കുറ്റബോധം എപ്പോഴും നമുക്കുണ്ട്. നമ്മുടെ നമുക്കെല്ലാ തന്ന ഭഗവാനെ നമ്മൾ മറന്നിട്ടാണ് എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ഒരു കുറ്റബോധം നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുക. അതാണ് കുട്ടികൾക്കൊക്കെ ആ ഇമ്മീഡിയറ്റ്ലി ആ കൗമാരപ്രായം എത്തുമ്പോഴേ തന്നെ എന്താണ് ജീവിതത്തിന്റെ അർത്ഥം എന്നൊക്കെ ചോദിക്കാനുള്ള ഒരു ഹൃദയത്തിലൊരു ആന്തലുണ്ടാകും. പക്ഷെ അത് നമ്മൾ അച്ഛനമ്മമാരായിട്ട് അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറയും അതൊന്നും ചിന്തിക്കേണ്ട, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഇപ്പോഴും പൈസ ഇതുണ്ടാക്കും, ഡോക്ടറാവും എഞ്ചിനീയർ ആവും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരുടെ ഹൃദയത്തിലും ആ ഒരു വിങ്ങലുണ്ട്. നമ്മള് ഭഗവാനെ വിട്ടാണ് വന്നത്. ഇത് റിവൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അത് കിടക്കുന്നിടത്തോളം കാലം നമ്മൾ എന്ത് സ്വാതന്ത്ര്യം, എത്ര വലിയ രാജാവാണ്, എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ബന്ധനസ്ഥനാണ്. ആ ഒരു നമ്മുടെ യഥാർത്ഥ മൂല ഡിസീസ്, ഭഗവാനിൽ നിന്ന് മാറി ജീവിക്കണം അല്ലെങ്കിൽ ഭഗവാനെ ഒഴിവാക്കണം എന്നുള്ള മൂലമായ ആ അസുഖത്തെ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ. ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ബോധം എങ്ങനെയാണ്?
നമ്മള് ഏത് ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്, സംഘാത് സഞ്ജായ ദായതേ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ സംഘാത് സഞ്ജായതേ കാമക്രോധാഭി ജായതേ ദായതേ വിഷയാൻ പുംസ സംഘസ്തേഷു ഉപജായതേ. എന്തിനെ കുറിച്ചാണ് നമ്മൾ കോൺസ്റ്റന്റ്ലി മെഡിറ്റേറ്റ് ചെയ്യുന്നത്, നമ്മൾ അതായിട്ട് തീരും, ആ ബോധത്തിലേക്ക് വരും. അപ്പൊ പ്രഭു എപ്പോഴും ഭക്തന്മാരുടെ അസോസിയേഷനിലാണ്, പ്രഭു എപ്പോഴും ഭഗവത്ഗീതയുടെ അസോസിയേഷനിലാണ്, ഭാഗവത്തിന്റെ അസോസിയേഷനിലാണ്. എപ്പോഴും ഭക്തന്മാരുടെ ലെക്ചർ കേൾക്കും, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറയാനായിട്ട് ഉത്സാഹമുണ്ട്. ആഹ് അങ്ങനെ ആ ഒരു ബോധത്തിലാണ് പ്രഭു എപ്പോഴും തന്റെ ജീവിതത്തെ കണ്ടക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് പ്രഭുവിന് ആ ഒരു ഇത് വരും. പക്ഷെ അതേസമയം പ്രഭു ഭക്തനാണെങ്കിലും ഭൗതികപരമായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ അടുപ്പം കാണിക്കുന്നതെങ്കിൽ നമുക്ക് ശരീരമല്ല ആത്മാവാണെന്നുള്ള ബോധം വരാൻ താമസമുണ്ട്. നമ്മൾ എന്തിനെ കുറിച്ചാണോ നിരന്തരം മെഡിറ്റേറ്റ് ചെയ്യുന്നത് അത് അനുസരിച്ചുള്ള ഒരു ലൈഫായിരിക്കും നമുക്ക്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫ്രീ ടൈം കിട്ടും. അതാണ് ശീല പ്രഭുപാദ് ഒരു വട്ടം വിഷ്ണുജന മഹാരാജ് കയറി വന്ന സമയത്ത് പ്രഭുപാദ് ഒരു മൃദംഗം ചൂണ്ടിക്കാണിച്ചിട്ട് പ്രഭുപാദ് പറഞ്ഞു, whenever I get free time, I play some കീർത്തൻ. എനിക്ക് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ മൃദംഗം എടുത്ത് കീർത്തനം ചെയ്യും. അതേപോലെ എപ്പോഴും നമ്മൾ ഭഗവാനുമായിട്ടുള്ള അസോസിയേഷൻ എടുക്കാനായിട്ട് ശ്രമിച്ചു. നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള കാര്യം. അതാണ് ഒരേ ഒരു വഴി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മാറി നിൽക്കാവുന്ന ഒരു ചിന്ത വെക്കരുത്. ഇപ്പം ഭക്തിയിൽ നമ്മള് നമുക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ തോന്നും നമ്മൾ ഇതൊന്നും അല്ല, നമുക്കൊരു അവസരമില്ല, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, നമുക്ക് ഇവിടെ ഒരു വോയിസ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഒരു പ്രസൻസ് ഇല്ല, അല്ലെങ്കിൽ എന്നെ ഇവിടെ ആരും അവഗണിക്കുന്നു, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നാലോ എന്നുള്ള തോന്നും. ഇത് ഒരു മായയുടെ ട്രിക്കാണ്. അത് അത് കൂട്ടിക്കൊണ്ടിരിക്കും, ഭക്തി കൂട്ടിക്കൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ സ്പിരിച്വലി അഡ്വാൻസ് ആവും. അതിൽ നമ്മൾ വീണു പോകരുത്. മായയുടെ ആ ഒരു മാറി നിൽക്കും, അങ്ങനൊരു ഇതില് വരാനായിട്ട് പാടില്ല. നല്ലൊരു ഉദാഹരണമുണ്ട് മാലിനി മാതാജിയുടെ. മാലിനി മാതാജി മായാപൂരിലെ പ്രഭുപാദിന്റെ സെർവന്റ് ആയിട്ട് നിൽക്കുകയാണ്. മാജി പ്രഭുപാദിനെ കുക്കിംഗ് ഒക്കെ ചെയ്ത് പ്രഭുപാദിന് ഭക്ഷണമൊക്കെ കൊടുത്തു, അങ്ങനെ നിൽക്കുകയാണ്. അപ്പം പ്രഭുപാദ് എപ്പോഴും ആ കുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കുറ്റം പറയും, അതിന്റെ മിസ്റ്റേക്കുകളെ കുറിച്ച് കുറ്റം പറയും. അപ്പൊ മാജി വിചാരിച്ചു എനിക്ക് ഈ സർവീസ് മതിയായി, എനിക്ക് ഇവിടുന്ന് പോകണം, പ്രഭുപാദിന്റെ അടുത്തുനിന്ന് പോകണം. അപ്പൊ ഒരു ദിവസം തീരുമാനിച്ചു ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു ദിവസം പ്രഭുപാദിന്റെ ഗോഡ് ബ്രദേഴ്സ് ഒക്കെ, മായപ്പൂർ ആയതുകൊണ്ട് ഗോഡ് ബ്രദേഴ്സ് ഒക്കെ വന്നപ്പം പ്രഭുപാദ് അവരോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയത്ത് പ്രസാദം കൊണ്ടുവരണം, അവർക്ക് വരാനേ വയ്യ, ഇനി ഞാൻ അവിടെ കൊണ്ടുവച്ച അപ്പം അവിടെ വെച്ച് തന്നെ വെച്ച് എല്ലാം പറയും എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് മാലിന്യമാജിക്ക് വരാൻ ഭയങ്കര മടിയാണ്. ഞാൻ ഈ സേവനം ചെയ്യുന്നില്ല, ഇന്ന് തന്നെ ഇത് നിർത്താം, നാളെ നിർത്താന്ന് വിചാരിച്ചു, ഇന്ന് തന്നെ നിർത്താന്ന് വിചാരിച്ചു ഒരിക്കലും ഇരിക്കാൻ. അപ്പൊ അവര് അവസാനം എന്തായാലും പ്രഭുപാദ് ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, എന്തായാലും ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊണ്ടുവരും, ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഫ്രൂട്ട്സുമായിട്ട് വന്നപ്പോൾ പ്രഭുപാദ് ഉടനെ മാഞ്ചിയെ കണ്ടിട്ട് പ്രഭുപാദ് തന്റെ ഗോഡ് ബ്രദേഴ്സിനോട് പറഞ്ഞു, ശിഷ്യാണ്, എനിക്ക് വേണ്ടി അവര് അവരുടെ സ്വന്തം ത്രോട്ട് കെട്ടി, ഞാൻ അവർക്ക് വേണ്ടി എന്റെ ഇത്രയും സ്നേഹമാണ് അവരോട് എന്ന് പ്രഭുപാദ് പറഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ കൃഷ്ണൻ അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഡിവോട്ടി അസോസിയേഷൻ തന്നത്, നമ്മളോടുള്ള സ്നേഹമുള്ളതുകൊണ്ടാണ് അത് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരിക്കലും അത് വിട്ടുപോകരുത്. ഭഗവാൻ നമ്മളെ പ്യൂരിഫൈ ചെയ്യും. ചിലപ്പോൾ വഴക്ക് കിട്ടുമായിരിക്കും, അവഗണന കിട്ടുമായിരിക്കും, അതൊക്കെ നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അസോസിയേഷനിൽ എപ്പോഴും നിൽക്കും, എപ്പോഴും പ്യുവർ ആയിട്ടുള്ള ഡിവോട്ടി അസോസിയേഷനിൽ എടുത്തുകൊണ്ടിരിക്കും, ഇത് ചെയ്തുകൊണ്ടിരിക്കും. അത് ക്രമേണ നമുക്ക് ഇതിന്റെ എല്ലാം ബെനിഫിറ്റ് കാലക്രമേണ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമുക്ക് ശരീരമല്ല ആത്മാവെന്നുള്ള ബോധത്തിൽ നിൽക്കാനായിട്ട്
Howdy. Hare Krishna Prabhu, as a beginner, how will I start reading Bhagavad Gita? അപ്പം ഇതിൽ നിന്ന് ഭഗവത്ഗീത എങ്ങനെ വായിച്ചു തുടങ്ങാമെന്നാണ് ഒരു ഡിവോട്ടി ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ചോദ്യമാണ്. ശീല പ്രഭുപാദ് പറയുന്നത് കവർ ടു കവർ എന്നാണ് പറഞ്ഞത്. കവർ ടു കവർ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിലെ ഫസ്റ്റ് പേജ് മുതലേ വായിക്കും. അതിനകത്ത് എപ്പോഴും ഒരു ബുക്ക് മാർക്ക് എല്ലാ ഇതിലും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പേജ് വായിച്ചിട്ട് ഒരു ബുക്ക് മാർക്ക് വയ്ക്കുക, പിറ്റേ ദിവസം അടുത്ത പേജ് വായിക്കുക, അങ്ങനെ അങ്ങനെ വായിക്കുക. എപ്പോഴും വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് വായിക്കുമ്പം എന്ത് ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ഒരു ഫിക്സഡ് ടൈം വയ്ക്കുക, ഒരു ഏകദേശ ടൈം വയ്ക്കുക. ഇപ്പൊ രാവിലെ വായിക്കാനുള്ള സമയമാണെങ്കിൽ രാവിലെ ഇത് വായിക്കും. നമ്മൾ ഇന്ന് രാവിലെ വായിച്ചു, നാളെ വൈകിട്ട് വായിച്ചു, മറ്റന്നാൾ രാത്രി വായിച്ചു. നമുക്ക് ആ ടേസ്റ്റ്, രുചി വരുന്നത് എന്ത് കാര്യവും ഫിക്സഡ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിന് രുചി ഉണ്ടാകത്തുള്ളൂ. നമ്മളത് വായിക്കും. പിന്നെ ഭഗവത്ഗീത വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം വായിച്ചു വിട്ടു, പിന്നെ രണ്ടാമതും മൂന്നാമതും ഒക്കെ വായിക്കുമ്പോൾ അതിനുള്ളില് അതിനകത്ത് പ്രഭുപാദ് അല്ലെങ്കിൽ ഭഗവാൻ പ്രഭുപാദിലൂടെ നമ്മളോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തെങ്കിലും നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് വായിച്ചാൽ ഇത്രയും നാളും മനസ്സിലാക്കാത്ത ഒരു കാര്യം നമുക്ക് അതിനകത്ത് കിട്ടും. ഇത്രയും വർഷങ്ങൾ നമ്മളിത് വായിച്ചിട്ടുണ്ട്, പക്ഷെ ആ മനസ്സിലാക്കുക ഒരു ആംഗിൾ, ഡിഫറെന്റ് ആംഗിൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് റെഗുലർ ആയിട്ട് ഓരോ ദിവസവും നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എന്ത്, ഇത് ഞാൻ എത്രയോ വട്ടം വായിച്ചേ, ഇതിനകത്ത് എന്തോ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ 1 മണിക്കൂർ ഇപ്പൊ പറയാനായിട്ട് പറ്റും. നാളെ ഇത് വായിച്ചാലും ഇത് പറയാൻ പറ്റും. കാരണം ഇത് പ്യുവർ ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഇതാണ്. നമ്മൾ അതിനകത്ത് എപ്പോഴും വായിക്കും. എല്ലാ ബുക്ക് എപ്പോഴും നല്ല വൃത്തിയായുള്ള സ്ഥലത്ത് വയ്ക്കുക. വായിക്കുമ്പോൾ ഭഗവാനെ നമസ്കരിച്ചിട്ട്, ബുക്കിനെ നമസ്കരിച്ചിട്ട്, ഭഗവാൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് വന്നത്. ഓരോ പേജ് വെച്ച് വായിച്ച് പോകും. വായിക്കുമ്പം ഒരു എളുപ്പ വഴി, നമുക്കത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെങ്കിൽ നമ്മളത് വായിക്കുമ്പോൾ അത് എങ്ങനെ എന്റെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് എന്റെ ലൈഫിനെ എങ്ങനെ സ്വാധീനിക്കും എന്നും കൂടെ ചിന്തിച്ചാൽ വളരെ, നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്നതല്ലാതെ ഇത് മറ്റാർക്കെങ്കിലും വേണ്ടിയല്ല, ഇത് എനിക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞത്. അപ്പൊ അത് എങ്ങനെ എന്റെ ലൈഫിൽ ഇത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ രജോ ഗുണത്തിന്റെ കാര്യം പറഞ്ഞു, ഈ നമ്മളിപ്പോ ഭഗവത്ഗീതയിൽ വായിച്ചു, ഞാൻ എത്രത്തോളം രജോ ഗുണത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്, അതിൽ നിന്ന് എങ്ങനെ എനിക്ക് പുറത്തു വരാൻ പറ്റും. അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റും. ഇത് റെഗുലർലി വയ്ക്കുമ്പോൾ നമുക്ക് ഓരോ വട്ടം വായിക്കുമ്പോഴും നമുക്ക് പുതിയ 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 കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. വേറെ എന്തെങ്കിലും പ്രശ്നം കിട്ടുമ്പോ മറ്റാർക്കെങ്കിലും പുതുതായിട്ടൊന്ന് ആർക്കെങ്കിലും ചോദിക്കും. Vaishnav Prabhu, hi, how I will remember Krishna when my mind wander between trigunas. പ്രസാദം കഴിച്ചിട്ട് പോകണം മാജി. ഇപ്പൊ ഞാൻ എൻഡ് ചെയ്യാണ് മാജി, കഴിഞ്ഞു. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു മിനിറ്റ് ഞാൻ നിർത്താം. How I will remember Krishna when my mind wanders between trigunas as I am continuing changing my gunas.